ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പോൾ രാവിലെ തന്നെ ചായയും വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ അടുക്കളയിൽ കയറി. സാധാരണ ശനിയും ഞായറും മാത്രമേ ഞാൻ അടുക്കളയിലൊക്കെ കയറാറുള്ളൂ. കാരണം വേറെ ദിവസമൊക്കെ കോളേജിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ അടുക്കള ജോലിയൊന്നും ചെയ്യേണ്ടി വരത്തില്ല. അല്ല ചെയ്താലും ഇതുപോലെ എന്തെങ്കിലും ദോശ ചുടുകയും അല്ലെങ്കിൽ എന്താ വെജിറ്റബിൾസ് അരിഞ്ഞു കൊടുക്കുക അത്രയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ എന്തായാലും വർക്കിംഗ് ഡേയ്സിനെക്കാട്ടിയും സാറ്റർഡേ സൺഡേ ഇത്തിരി ജോലി കൂടുതലുള്ള ദിവസമാണ്. അങ്ങനെ എന്തായാലും ഞാൻ രാവിലെ ദോശയൊക്കെ ചുട്ട് എനിക്ക് കഴിക്കാനുള്ള പ്ലേറ്റൊക്കെ എടുത്ത് എനിക്കിത് ഈ ഒരു ഗ്രീൻ കളർ പ്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിലായിരിക്കും മിക്ക ദിവസവും ഫുഡ് കഴിക്കാറ്. അങ്ങനെ ഞാൻ ദോശയും പിന്നെ ഈ ഒരു ക്യാപ്സിക്കം കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ വെച്ചാണ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേക്കുമാണ് വീട്ടിൽ അമ്മാമ്മ വന്നത്. പിന്നെ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഒരു സ്ലോ ഈറ്ററാണ്. എനിക്ക് കഴിക്കാനൊക്കെ ഇരുന്ന ഒരുപാട് സമയം വേണം. എന്തായാലും ഞാൻ പെട്ടെന്ന് കഴിച്ചിറങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് അമ്മാമ്മയുടെ കൂടെ നെടുമങ്ങാട് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ വെളിയിറങ്ങിയപ്പോഴത്തേക്കും വണ്ടിയൊന്നും കാണാനില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ ഓട്ടോയിൽ കയറി ഞാനും അമ്മാമ്മയും കൂടെ നേരെ അൽഹാജ സ്റ്റുഡിയോയിലാണ് പോയത്. അമ്മാമ്മയ്ക്കൊരു ഫോട്ടോ എടുക്കണമായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് നെടുമങ്ങാട് പോയത്. എന്തായാലും അവിടുത്തെ സ്റ്റെപ്പൊക്കെ കയറി മേളിലെത്തിയപ്പോൾ തന്നെ ഒരു പരിവായി. അത്യാവശ്യം തിരക്കും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടുത്തെ മിറർ കണ്ടപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നേ. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ടൈമായപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങിച്ചതിന് ശേഷം തിരിച്ചിറങ്ങിയായിരുന്നേ. പിന്നെ നമ്മൾ വന്ന വഴിക്ക് അമ്മാമ്മയുടെ കൂടെ നെടുമങ്ങാടാകുമ്പോൾ അമ്മാമ്മ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുമല്ലോ. അങ്ങനെ ഇന്ന് വാങ്ങിച്ചത് നമുക്ക് ചായയുടെ കഴിക്കാനൊക്കെ കണക്കാക്കി ഈ കടയിലുണ്ടായിരുന്ന കുറച്ച് പരിപ്പുവടയും ഉഴുന്നുവടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിച്ചത്. അങ്ങനെ അതും വാങ്ങിച്ച് നമ്മൾ നേരെ ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഒരു ഓട്ടോയും പിടിച്ച് വീട്ടിലോട്ട് വന്നേ. പിന്നെ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ പോകാൻ അധികം ദൂരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. അങ്ങനെ ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ നേരെ പോയത് ടെറസിലാണ്. കാരണം എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ ഉണക്കായിട്ട് ഇന്ന് എടുക്കണമായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ടിട്ട് പോകാമെന്ന്. അപ്പോൾ ഇതെൻ്റെ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ അവിടുത്തെ സ്ഥലങ്ങൾ മുഴുവൻ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ സൈഡിലോട്ട് വന്നപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് ഇവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ പണി നടക്കുന്നതാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പെട്രോൾ പമ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊരു വീട്ടിൽ ഇത് വണ്ടിയൊക്കെ വന്ന് മണലൊക്കെ കോരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ കൊച്ചിയിലെ ഇപ്പോഴും എല്ലാം നല്ല ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ ഒരുപാട് നേരമൊന്നും എനിക്ക് ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയില്ല. അമ്മ അടുത്ത ജോലി ചെയ്യാൻ വിളിച്ചായിരുന്നേ. അപ്പം നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് ഈ കീരയൊക്കെ അരിയുക എന്നുള്ളതാണ്. എനിക്ക് കത്തി വെച്ച് അല്ലെങ്കിൽ പിച്ചാത്തി വെച്ച് അരിയാൻ അറിയത്തില്ല. അപ്പോൾ എനിക്കിതാ ഈ സിസേഴ്സ് തന്നെ വേണേ. അങ്ങനെ എന്തായാലും ഞാൻ എൻ്റെ ജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അപ്പോഴാണ് അമ്മ എൻ്റെ അടുത്ത് പായസം വയ്ക്കുക എന്നുള്ള കാര്യം പറഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ ഓടിക്കടയിൽ ചെന്ന് അടപ്പായസത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കും കീരയൊക്കെ വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ എലിശ്ശേരിയും പിന്നെ കീരത്തോരനും അതുപോലെ തന്നെ പുളിശ്ശേരിയും പിന്നെ മീൻകറി വാള മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്ത് അമ്മയാണെങ്കിൽ പായസം വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അപ്പോൾ എന്തായാലും അട വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം ഞാൻ വിചാരിച്ചു കഴിച്ചിട്ട് വരാമെന്ന്. പിന്നെ എൻ്റെ സ്പെഷ്യൽ ഞാൻ ഈ ശനിയും ഞായറൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ പഴങ്കഞ്ഞി അല്ലെങ്കിൽ പഴിഞ്ഞിയാണ് കഴിക്കാറ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചോറിനോട് വലിയ താല്പര്യമില്ല. എനിക്കിത് ഇതുപോലെ പഴിഞ്ഞായിട്ടും അങ്ങനെ കഴിക്കാനാണ് താല്പര്യം. എന്തായാലും പെട്ടെന്ന് കഴിച്ചെണീറ്റിട്ട് പായസത്തിന് വേണ്ടിയുള്ള തേങ്ങയൊക്കെ തിരുവി അങ്ങനെ പായസത്തിനുള്ള എല്ലാം റെഡിയായി. എന്നുള്ള പായസമൊക്കെ ഏകദേശം റെഡിയായിരുന്നേ. പിന്നെ ഈ ഇടയായിട്ട് എനിക്ക് എപ്പോഴും തലവേദനയാണ്. അങ്ങനെ ഞാൻ ഒന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും പായസം റെഡിയായി. അങ്ങനെ ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല തലവേദന ഉണ്ടായിരുന്നു. അതിനെന്തായാലും കുളിച്ചിറങ്ങി അടുത്ത് വിളക്കെത്തിക്കണമല്ലോ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നല്ല പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരിയായിട്ട് കുറച്ച് റീലും ഷോർട്സും അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ ചായ കുടിക്കാത്ത കാര്യം ഓർത്തത്. പിന്നെ ചായയും ഉള്ളിവടയും പക്കാവടയൊക്കെ കഴിച്ച് അങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേക്കും അടുത്തത് എലിശ്ശേരിയുള്ള ദിവസമൊക്കെ കഞ്ഞിയായിരിക്കും. അങ്ങനെ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു. എനിക്കാണെങ്കിൽ എന്താണെന്നറിയത്തില്ല, നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ച് എണീറ്റ് നമ്മുടെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഉടനെ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്കിനി തിങ്കളാഴ്ചയൊക്കെയുള്ള അസൈൻമെൻ്റ് ഉണ്ട്. അങ്ങനെ അസൈൻമെൻറ്റും കൂടെ എഴുതി കഴിഞ്ഞാൽ നേരെ ഉറക്കം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.